കോൺഗ്രസ് നേതാക്കളുടെ ചക്രത്തി പോരാട്ടം പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇലക്ഷൻ കോർണറിൽ അടുത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു പിന്നാലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അപ്പൊ ഇലക്ഷൻ കോർണറിൽ വരുമ്പോൾ അതിന് ഇത്തിരി എരിവും പുളിയും കൂടും. അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ തമ്മിലടിച്ചു തീർക്കും. ഇതെത്രയോ കാലമായിട്ട് നമ്മൾ കാണുന്നു. ഏറ്റവും ഒടുവിൽ കെ മുരളീധരന്റെ ആ ഒരു വിശേഷണം, നെഹ്റു കുടുംബം ഓടിളക്കി വന്നവരല്ല. ആർക്കാ മറുപടി കൊടുത്തിരിക്കുന്നത്? ഡോക്ടർ ശശി തരൂരിന്. ശശി തരൂർ ആരാണ്? കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം. കെ മുരളീധരൻ ആരാണ്? സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ്, മുൻ KPCC പ്രസിഡന്റ്. അപ്പൊ തരൂരിന് ഒരു ഉപദേശം മുരളീധരൻ കൊടുത്തിരിക്കുകയാണ്, നെഹ്റു കുടുംബം ഓടിളക്കി വന്നവരൊന്നുമല്ല. ഇത് മുരളീധരൻ തന്നെ പറയണം. കുറേ നാൾ മുമ്പ് അതൊക്കെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്നും പറയാം. പിന്നെ കറങ്ങിത്തിരിഞ്ഞ് DIC NCP എല്ലാം ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും കോൺഗ്രസിന്റെ പാളയത്തിൽ വന്ന ആളാണ് കെ മുരളീധരൻ. കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ ഇപ്പോൾ BJPയിലുമാണ്. അപ്പൊ കെ മുരളീധരനാണ് ഇത് പറയുന്നത്. ഇദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കെ മുരളീധരൻ എന്താണ് പറഞ്ഞത്? മാതാമ്മ എന്നൊരാളെ വിളിച്ചു. ആരാണ് ആ മാതാമ്മ? അത് സോണിയാഗാന്ധി. മാതാമ്മയെ മുരളീധരൻ വെല്ലുവിളിച്ചു. അത് വംശഹത്യ പോലും അല്ല, വംശീയ ആക്ഷേപം പോലും അതിൻ്റെ അകത്തുണ്ട്. മദാമ എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് നിറവും പിന്നെ നമ്മുടെ ജനന സ്ഥലവും ഒക്കെ വെച്ച് വംശീയമായിട്ട് നമ്മൾ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് സോണിയാഗാന്ധിയെ മുരളീധരൻ മദാമ എന്ന് വിളിച്ചത്. അവിടെയും തീർന്നില്ല. ഈ മദാമയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അഹമ്മദ് പട്ടേലിനെ, AICC ജനറൽ സെക്രട്ടറിയും സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ അഹമ്മദ് പട്ടേലിനെ അന്ന് ഈ കെ മുരളീധരൻ വിളിച്ച പേരെന്താണെന്നറിയാമോ? ഓർമ്മയുണ്ടോ? കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് വിളിച്ച പേര് അലൂമിനിയം പട്ടേൽ. ഈ മുരളീധരനാണ് ഇപ്പോൾ ശശി തരൂരിനെ പഠിപ്പിക്കാൻ പോകുന്നത്. തരൂരിന്റെ നിലപാടുകൾ പറയുന്നു. കോൺഗ്രസിനകത്തും പുറത്തും തരൂരിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അതൊന്നും കാണാതിരുന്നുകൂടാ. അദ്ദേഹം ഇത്രയും തവണ വീണ്ടും തിരുവനന്തപുരത്ത് ജയിച്ച് MP ആയതും ഒക്കെ പബ്ലിക്കിൽ, പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് കുറച്ച് സ്വീകാര്യതയുണ്ട്. മുരളീധരന് അതിപ്പോ എത്രമാത്രം ഉണ്ട് എന്നത് അദ്ദേഹം ചിന്തിക്കുന്നത് നന്നായിരിക്കും. ശശി തരൂർ കുടുംബവാഴ്ചയ്ക്കെതിരെ പറയുമ്പോൾ ഇങ്ങനെ തിരിച്ചു പറയാനുള്ള യോഗ്യത കെ മുരളീധരനുണ്ടോ എന്നതാണ് ഞങ്ങളുടെ പ്രധാന ചോദ്യം. ഇനി ഒരു കാര്യം കൂടി, നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിമാർ, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്, പ്രിയങ്ക ഗാന്ധി AICC ജനറൽ സെക്രട്ടറി. അപ്പൊ ഇതിനകത്ത് കുടുംബവാഴ്ചയൊന്നും ഇല്ലേ? ഈ മുരളീധരൻ ആരെയാണ് പൊട്ടരാക്കുന്നത്? ഇവിടുത്തെ ജനങ്ങളെയോ? മുരളീധരൻ എങ്ങനെയാ വന്നത്? സ്വന്തം പിതാവ് ലീഡർ K കരുണാകരൻ സീറ്റ് നിർണയ ചർച്ചയിൽ, സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന ചർച്ചയിൽ, ലോക്സഭാ ഇലക്ഷനിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പോയപ്പോഴാണ് കെ മുരളീധരന്റെ പേര് അവിടെ കടന്നു വന്നത്. ലീഡർ K കരുണാകരൻ എന്തിനാണ് മൂത്രമൊഴിക്കാൻ പോയത്? അത് ആന്റണിയെ തോണ്ടിയിരുന്നു. ഞാൻ അങ്ങോട്ട് മൂത്രമൊഴിക്കാൻ പോകുമ്പം എൻ്റെ മോന്റെ പേരൊന്ന് ആന്റണി തന്നെ സജസ്റ്റ് ചെയ്യും. അപ്പൊ ആന്റണിയെ കൊണ്ട് തന്നെ, AK ആന്റണിയെ കൊണ്ട് തന്നെ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി കെ മുരളീധരനെ പ്രഖ്യാപിച്ച വൈഭവം ലീഡർ K കരുണാകരനുണ്ട്. ഇതൊക്കെ കെ മുരളീധരൻ മറന്നുപോയോ? അപ്പൊ ഇതിൽ കുടുംബവാഴ്ചയില്ലേ കേരളത്തിലെ കോൺഗ്രസിൽ? ഇതൊക്കെ പറയുന്നത്, ഞങ്ങൾക്ക് കെ മുരളീധരനോട് ഒരൊറ്റ അപേക്ഷയുള്ളൂ. ഇപ്പോൾ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അത് ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കുക. അതൊരു വലിയ ചാലഞ്ചാണ്. എവിടെ? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക. കോൺഗ്രസ് എത്ര മനോഹരമായ സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കെ മുരളീധരനാണല്ലോ ചുമതല ഇപ്പൊ തന്നിരിക്കുന്നത് പാർട്ടിയിൽ. KS ശബരിനാഥനെ രംഗത്തിറക്കിയ ഒരു ടീമിനെ മത്സരിപ്പിക്കുകയാണല്ലോ. ഇപ്പൊ തന്നെ അടപടൽ അവിടെ പ്രശ്നങ്ങളായി, പലരും രാജിവെച്ചു പോകുന്നു, വാർത്തകൾ വരുന്നുണ്ട്. കോൺഗ്രസ് ഒന്ന് അനങ്ങിയാൽ അതിൻ്റെ അകത്ത് അടിപിടി നടക്കും. അത് ഇലക്ഷൻ ആ കാലത്ത് പ്രത്യേകിച്ച്. അതാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല, വേറെ പലയിടത്തും കാണേണ്ടി വരും. അതുകൊണ്ട് കെ മുരളീധരൻ ചെയ്യേണ്ടത് എത്രയും വേഗം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക. അല്ലെങ്കിലുണ്ടല്ലോ അടുത്ത പരാജയമാണ് വരാൻ പോകുന്നത്. ഒരു കാര്യം പറയാം, നിങ്ങൾക്കിപ്പോൾ 10 സീറ്റേ ഉള്ളൂ.
100 സീറ്റുള്ള കോർപ്പറേഷനിൽ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് 10 സീറ്റേ ഉള്ളൂ, UDF അതൊരു 15 ആക്കാനെങ്കിലും നോക്ക്. പ്രധാന പ്രതിപക്ഷം BJP തന്നെയായിരിക്കും ഇപ്പോഴത്തെ പോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. കാരണം ഒരു അടിത്തറയുണ്ട്, നമ്മളത് നിഷേധിക്കുന്നില്ല. അവർക്കൊരു കേഡർ സ്വഭാവമുണ്ട്, അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. CPIM-നുള്ളത് പോലെയുള്ള ഒരു കേഡർ സ്വഭാവം BJPക്ക് തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ BJPയുടെ വോട്ട് വിഹിതം കൂടും. ഞങ്ങൾ ഇപ്പൊ തന്നെ എഴുതി ഒപ്പിട്ട് പറയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ വോട്ട് വിഹിതം കൂടും. കോർപ്പറേഷൻ പിടിച്ചെടുക്കാനാണ് ആളും അർത്ഥവും പണം ഒഴുക്കി BJP ശ്രമിക്കുന്നത് എന്നുള്ളത് ഇടതുപക്ഷം കാണേണ്ടത് അവരുടെ ജാഗ്രതയാണ്. ഇവിടെ കോൺഗ്രസ് എവിടെയാണ് മുരളീധര? ഒരു 5 സീറ്റെങ്കിലും കൂടുതൽ നേടിയെടുത്താൽ മുരളീധരന് മുഖം രക്ഷിക്കാം, ശബരിനാഥന് ഉത്തരം പറയാം. അല്ലെങ്കിലുണ്ടല്ലോ ഇത് മ്യാരകമായിരിക്കും. സലീം കുമാർ സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലും മുരളീധരന്റെ കാര്യം മ്യാരകമായിരിക്കും വരാൻ പോകുന്നത്. കാത്തിരുന്ന് നമുക്ക് കാണാം.